അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, കഴിച്ചു നോക്കണം. പ്രത്യേകം പറയുകയാണ്, പച്ചക്കറി ലഡുവാണ്, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയ്ക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമുക്ക് ക്യാരറ്റ്, കുറച്ച് നമ്മുടെ കോസ്, കാബേജ്, ക്യാരറ്റ്, കോസ്, മുട്ടക്കോസ്, ബീൻസാണിത്. ഇത് മൂന്നും കൂടെ വെച്ചിട്ട് ഒരു വട മാതിരി വടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ക്യാരറ്റ്, ബീൻസ്, മുട്ടക്കോസ്, കാബേജ് എന്ന് പറയും ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ അതിന് കൂടെ നമ്മുടെ വലിയൊരു സവാള, കുറച്ച് പച്ചമുളക്, വലിയൊരു സവാള, കുറച്ച് പച്ചമുളക്, പിന്നെ കുറച്ച് മസാല കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. എണ്ണ വെച്ചുന്ന അടുപ്പിൽ കുറച്ച് കടലമാവും അത് മിക്സ് ആക്കണം. കുഴയ്ക്കുമ്പോൾ എത്ര വേണമെന്ന് പറയാം. പാകത്തിന് ഉപ്പ്, നമ്മുടെ കുരുമുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് പെരുംജീരകം, കുരുമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല. നമുക്ക് കുറച്ച് ഒരളവിന് വേണ്ടത് എടുക്കാം. ഒരര സ്പൂൺ, ഓരോ സ്പൂൺ, അങ്ങനെ ഇത്രയുള്ള മസാലകൾ. പച്ചമുളകൊന്നും ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം നമുക്ക് മിക്സ് ആക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടിയാണിത്, പെരുംജീരകം, ഗരം മസാല ഒന്നും കൂടി പറഞ്ഞാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇഞ്ചി വെളുത്തുള്ളി അരച്ചതുണ്ട്, അത് കുറച്ച് ഇടുന്നുണ്ട്. നമുക്ക് തുടങ്ങാം. ചെറുതാക്കി അരിക്കുക. ക്യാരറ്റ്, കാബേജ്, ബീൻസ് ഒരു 100-150 അത്ര ഗ്രാമേ ഉള്ളൂ. തോനെ വേണമെങ്കിൽ തോനെ ഉണ്ടാക്കാം, കുറച്ച് വേണമെങ്കിൽ കുറച്ച്. നമുക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളി, പച്ചമുളക്, സവാളയാണ്, ഒരു പച്ചമുളക് വേണ്ടി നമ്മളെല്ലാം ഒന്ന് മിക്സ് ആക്കാം. ഉപ്പിടാൻ പാകത്തിന് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, ഒരു സ്പൂണൊക്കെ നല്ലതല്ല. 2 കുറച്ച് നല്ല കുറച്ച് കൊടുക്കും. ഇതിൽ വെള്ളം ഇറങ്ങും. ഇതിലെ വെള്ളമൊക്കെ നല്ല ഇറങ്ങിയിട്ട് സെറ്റായി വരും. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മസാല കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, പെരുംജീരകം. എല്ലാം ഇട്ട് കൊടുത്തു. നല്ല മിക്സ് ആക്കാം. ഒന്നും കൂടി ഉപ്പൊക്കെ നോക്കാം. നമുക്ക് ഉപ്പൊക്കെ നോക്കാം. അധികം ഉണ്ടോ? കുറച്ചും കൂടെ ഇടണം. കുറച്ച് ലെമൻ ഒഴിക്കേണ്ട. ലെമൻ ഒഴിക്കണം, ലാസ്റ്റ് ഒഴിക്കുന്നത്. നമുക്ക് കുറച്ച് കടലപ്പൊടിയാണ്, കടലപ്പൊടി നമ്മുടെ ബജിയും ബോണ്ടയൊക്കെ ഉണ്ടാക്കില്ല, അതിൻ്റെ പൊടിയാണ്. കാണുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. നല്ല കുഴച്ച് കൊടുക്കാം. പിന്നെ പാകത്തിട്ടിട്ട് കുഴച്ച് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുക്കാം പൊടി. ഈ വെള്ളത്തിൽ കറക്റ്റായിട്ടുണ്ടാവും. ഈ വെള്ളത്തിൽ പാകത്തിന് ഇട്ട് കൊടുത്താൽ മതി.
ഇതങ്ങനെ വെള്ളം ഇറങ്ങിക്കോളും. പുറകിൽ കുറച്ച് ഇട്ട് കൊടുക്കാം. നമുക്ക് ലെമൺ ഒഴിച്ച് കൊടുക്കാം കുറച്ച്. ലെമൺ എടുക്കും. അപ്പോൾ ടേസ്റ്റാണിത്. അപ്പോൾ നല്ല കുറച്ച് ഉരുള പിടിക്കാം. എന്നിട്ട് നമുക്ക് എണ്ണയിട്ട് കൊടുക്കാം. അപ്പം അങ്ങനെ നമുക്ക് ഓരോന്നായിട്ടാണ് ഉരുണ്ട പിടിച്ചിട്ടുണ്ട്. ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കാം. നല്ല എണ്ണ ചൂടായി. കൈ തന്നെ കഴുകുക. ഇതൊന്ന് പൊട്ടി കൊടുത്താൽ മതി. നമ്മുടെ ക്യാരറ്റ് ബീൻസ് കഴിക്കാത്ത കുട്ടികളൊക്കെ കഴിക്കാൻ പറ്റും. കാബേജ്, ക്യാരറ്റ് ബീൻസ് എല്ലാം. രണ്ട് മൂന്ന് സ്പൂൺ അരിപ്പൊടിയും കൂട്ടാം. കടലപ്പൊടി, അരിപ്പൊടി. പിന്നെ നല്ല ഇത് സെറ്റ് ആവാലേക്ക് കുറച്ച് കൊണ്ടിടണം. സിമ്മിലാക്കുന്നത് കയ്യാണ്. ഒന്ന് കുറച്ച് 2 മിനിറ്റ് വളരെ ഇളക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അത് ഉടഞ്ഞു പോകും. അടിപൊളി ടേസ്റ്റിലാണ്. ചായക്കും ചോറിൻ്റെ കൂടിയും എല്ലാവരും കഴിക്കാൻ പറ്റും. പച്ചക്കറി കഴിക്കാൻ നേരത്തെ ഉണ്ടാക്കി കൊടുക്കാം. വെറൈറ്റി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. തിരിച്ച് മാറ്റിട്ട് നമുക്ക് വറുത്ത് വെക്കാം. സൂപ്പർ ടേസ്റ്റുള്ള നമ്മുടെ വടാന്ന ബോണ്ടാന്ന ഉണ്ടെന്ന് എന്തെങ്കിലും ഒരു പേര് പറയാം. പച്ചക്കറി, ക്യാരറ്റ് ബീൻസ് ലഡു. ചോറ് കൊണ്ടുപോകാനും കൊടുത്തയക്കാനും ഒക്കെ പറ്റും. ഒന്നാവട്ടെ. ഒരു പച്ചക്കറിയുടെ 1/2 കിലോത്തിന് ഉള്ളിലേ ഉണ്ടാവുള്ളൂ. ഒരു 300 ഗ്രാം 350 ഗ്രാം അത്ര. 1/2 കിലോ ഒന്നുമില്ല. ഇല്ല, എല്ലാം ചേർത്തിട്ട് ഉള്ളിയൊക്കെ ചേർത്തിട്ട് പിന്നെ ഒരു 1/4 കിലോ പൊടി. അങ്ങനെ നമ്മളിത് അത്ര വെള്ളം ഇല്ലാണ്ടാവണം. പിന്നെ വെള്ളം ഉപ്പിട്ടാലേ വെള്ളം വരും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പൊടി കൊടുക്കാം. കടലപ്പൊടി, അരിപ്പൊടി. അരിപ്പൊടി 4 സ്പൂൺ മതി, തോരയിടരുത്. അപ്പോൾ കടലപ്പൊടി ടേസ്റ്റ് അധികം. ഇതിന് 65 അരി ആക്കാം. ഇതിനെ ഇതേമാതിരി നമുക്ക് എല്ലാം വറുത്ത് പോരാം. ഇട്ടോടുമ്പോൾ ഇളക്കാൻ പാടില്ലെന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇളക്കാൻ പാടുള്ളൂ. ഒരുപാട് തീരിടരുത്. സിമ്മിലിടണം. ചൂടായ ശേഷം എണ്ണ നമുക്ക് വറുത്ത് പോരാം. ഓയിലാണ് വറുത്ത് പോരുന്നത്.
അങ്ങനെ ക്യാരറ്റ് ബീൻസ് ഇത് സെറ്റായി. നമ്മുടെ ക്യാരറ്റ് ബീൻസ് കൂടെ ബോണ്ട. ക്യാരറ്റ് ബീൻസ്, കാബേജ്, ഉള്ളി, പച്ചമുളക്, കറിവേപ്പില മല്ലിയില ഇട്ടിട്ടില്ല. അത് ഉണ്ടെങ്കിൽ ഇടാം. അതിൻ്റെ ഇല്ല, അവിടെ ഇട്ടിട്ടില്ല. കണ്ടോ, പന്ത് മാരിയാവും. സൂപ്പർ ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും ചുമ്മാ കഴിക്കാനും ചായയ്ക്കും ഒക്കെ കഴിക്കാൻ പറ്റും. വീഡിയോ കാണുന്ന നോക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഓടുമ്പോൾ നോക്കണം. എന്നുവെച്ചാൽ ചിലപ്പോൾ കട്ടാവും. ഇപ്പം കാണിക്കാൻ പറ്റില്ലല്ലോ. ഭയങ്കര ചൂടാണ് കേട്ടോ. ഉള്ളിൽ എന്താ ഗ്ലാമർ പോലെ തന്നെ ടേസ്റ്റ്. അടിപൊളി ടേസ്റ്റാണ്. ഉണ്ടാക്കി നമ്മളെല്ലാവരും ഇപ്പോൾ നോക്കണം. എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കണം. അപ്പോഴേ അറിയുള്ളൂ. നമ്മൾ പറഞ്ഞറിയില്ല. ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടാവും. ഉണ്ടാക്കുന്നതൊക്കെ പറഞ്ഞത് ഇതേമായി മുഴുവൻ 10 പോരാ. പന്ത് പോലെ ഉണ്ട്. അതേമാതിരി സോഫ്റ്റും സോസോ അങ്ങനെയൊക്കെ വെച്ചിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതൊക്കെ വറുത്ത് വരാം. ടേസ്റ്റ് നോക്കാം. അപ്പം അങ്ങനെ നമ്മുടെ എല്ലാം വറുത്ത് കോരി സൂപ്പർ ടേസ്റ്റുള്ള നമ്മുടെ അപ്പാക്കാം. നമ്മുടെ പച്ചക്കറി ലഡു തയ്യാറായി. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, കഴിച്ച് നോക്കണം. കുട്ടികൾക്ക് മുതിർന്നവർക്കും എല്ലാവരും കൊടുക്കാൻ പറ്റിയ ഒരു വടയും ബോണ്ടയൊക്കെ ഉണ്ടാക്കിയിട്ടും സൂപ്പറാണ് നമ്മുടെ പച്ചക്കറി ലഡു. പച്ചക്കറി വെച്ചൊന്നു ഇനി ഉള്ളി വെച്ചിട്ടില്ല. ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില എല്ലാം ഇടാം. അപ്പോൾ നമ്മുടെ പച്ചക്കറി ലഡു തയ്യാറായി. എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് നമ്മൾ സൂപ്പർ ടേസ്റ്റാണ്. സോസ് അങ്ങനെയൊക്കെ വെച്ചിട്ട് അതിന് കഴിക്കാം. ചുമ്മാ കഴിക്കാം. ചോറിൻ്റെയും കഞ്ഞിൻ്റെയും കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കാത്തവരൊക്കെ കുട്ടികളും മുതിർന്നവർക്കൊക്കെ ലീവ് ദിവസങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുക. ഇടയ്ക്കിടയ്ക്ക് പച്ചക്കറി കഴിക്കാത്തവർക്കൊക്കെ പച്ചക്കറി ഇങ്ങനെ കൊടുക്കാം. ഓക്കെ വാ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഞാൻ വീണ്ടും വരുന്നതാണ്.